ശബരിമല സ്വർണ്ണമോഷണ കേസിൽ കോൺഗ്രസ് വീണ്ടും വെട്ടിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും തമ്മിൽ അടുത്ത ബന്ധം. ഇരുവരും തമ്മിൽ കേരളത്തിന് പുറത്തടക്കം വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നതിന്റെ തെളിവുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ശബരിമല തട്ടിപ്പിൽ പോറ്റിയുടെ സഹായി രമേശ് റാവുവും അടൂർ പ്രകാശിനോടൊപ്പം കൂടിക്കാഴ്ച നടന്നത് ബംഗളൂരുവിൽ വെച്ച്. പോറ്റിക്ക് എന്തോ കവറുകളൊക്കെ കൈമാറുകയും ചെയ്യുന്നുണ്ട്. എന്നോടൊപ്പം ഇപ്പോൾ കമലേഷ് കൂടി ചേരുകയാണ്. കമലേഷ്, കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് ആണ്. ഇതാ ശബരിമല സ്വർണ്ണ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടൂർ പ്രകാശിന്റെ ബന്ധം തെളിയിക്കുന്ന കൂടുതൽ ചിത്രങ്ങളാണ് പുറത്തു വരുന്നത്. അത് കേരളത്തിന് പുറത്തടക്കം വെച്ച് കൂടിക്കാഴ്ച നടത്തിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മനു, തീർച്ചയായും നേരത്തെ തന്നെ UDF കൺവീനറും കോൺഗ്രസ് നേതാവുമായിട്ടുള്ള അടൂർ പ്രകാശിനൊപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സഹായികളുമൊക്കെ നിൽക്കുന്ന ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ ഘട്ടത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ അടൂർ പ്രകാശിനോട് ഇക്കാര്യങ്ങൾ ചോദിച്ചപ്പോൾ യാദൃശ്ചികമായ ഒരു ബന്ധം മാത്രമാണ്, അതായത് തൻ്റെ മണ്ഡലത്തിലെ ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിലുള്ള ബന്ധം മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്കുള്ളത് എന്ന് മാത്രമാണെന്ന് അടൂർ പ്രകാശ് പറഞ്ഞിട്ടുള്ളത്. ആ ന്യായവാദങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന നിലയിലേക്ക് അത് ചേർത്ത് പിടിച്ചുകൊണ്ട് കോൺഗ്രസും UDFും നടത്തുന്ന, നിയമസഭയിൽ അടക്കം നടത്തുന്ന സമരാഭാസങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞു വീഴുന്ന നിലയിലേക്കുള്ള കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായി രമേശ് റാവുവുമായും ഒക്കെ അടുത്ത ബന്ധമാണ് ഈ UDFിന്റെ കൺവീനറായിട്ടുള്ള അടൂർ പ്രകാശിനുള്ളത് എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ഈ വിഷയത്തിൽ പല തവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായും രമേശ് റാവുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് അടൂർ പ്രകാശ് എന്നാണ് ഇതിലൂടെ വ്യക്തമാവുന്നത്. എന്ന് മാത്രമല്ല, പലതരത്തിലുള്ള സമ്മാനങ്ങൾ, ഉപഹാരങ്ങളൊക്കെ തന്നെ അടൂർ പ്രകാശ് ഏറ്റുവാങ്ങുന്നതും ഈ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ രമേശ് റാവുവിന്റെ പക്കൽ നിന്ന് ഉൾപ്പെടെ പലതരത്തിലുള്ള സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഈ സമ്മാനങ്ങൾ, എന്താണ് ഈ കവറിൽ ഉൾപ്പെടെ, ഒരു വെളുത്ത കവറിൽ ഉൾപ്പെടെ എന്തോ ഒരു സാധനം ഏറ്റുവാങ്ങുന്നുണ്ട് അടൂർ പ്രകാശ്. അതെന്താണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തേണ്ടത് അടൂർ പ്രകാശിന്റെയും കോൺഗ്രസിന്റെയും ബാധ്യതയാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് പറയാൻ കഴിയുക. ഏതായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ കൂടുതൽ വെട്ടിലായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ സോണിയാഗാന്ധിയുടെ വീട്ടിലുൾപ്പെടെ ഒന്നിലധികം തവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതികളുമൊക്കെ തന്നെ എന്തിന് പങ്കെടുത്തു, എന്തിന് കൂടിക്കാഴ്ച നടത്തി, എന്ത് ഉപഹാരമാണ് സോണിയാഗാന്ധിക്ക് നൽകിയത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിന് മുന്നിലുണ്ട്. നിലവിൽ ഇപ്പോൾ കൂടുതൽ ചിത്രങ്ങളും തെളിവുകളും പുറത്തേക്ക് വരുന്നു. നിരവധി തവണ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള വീട്ടിലും സഹോദരിയുടെ വീട്ടിലും ബംഗളൂരുവിലുള്ള വീട്ടിലും എല്ലാം തന്നെ നിത്യ സന്ദർശകനായിരുന്നു അടൂർ പ്രകാശ് എന്നുള്ളതാണ് ഇതോടുകൂടി വ്യക്തമാകുന്നത്. എന്ന് മാത്രമല്ല, ഈ രമേശ് റാവു എന്ന് പറയുന്നയാൾ ഈ ശബരിമല കേസിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ആളാണ്. ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി അവിടുത്തെ രജിസ്റ്ററിൽ ഒപ്പുവെച്ചുകൊണ്ട് അവിടെ നിന്നും സ്വർണ്ണപ്പാളി കൊണ്ടുപോയ ആളാണ് രമേശ് റാവു എന്നുള്ളത് നമുക്കറിയാം. ആ രമേശ് റാവുമായി അടൂർ പ്രകാശിന് എന്താണ് ബന്ധം? അതായത് കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇല്ലാത്തൊരു മനുഷ്യനാണ്, എന്തെങ്കിലും ബിസിനസ്സുകളില്ല, മറ്റെന്തെങ്കിലും ബന്ധം കേരളവുമായിട്ടില്ല. അങ്ങനെ ഒരാളിൽ നിന്ന് അടൂർ പ്രകാശ് എന്ത് സമ്മാനമാണ് സ്വീകരിച്ചത്, അങ്ങനെ ഒരു സമ്മാനം സ്വീകരിക്കാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പൊതുസമൂഹത്തിന് വ്യക്തത ആവശ്യമുണ്ട്. ഈ നിമിഷം വരെ എന്തിനു വേണ്ടി അടൂർ പ്രകാശ് ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടു, എന്തിന് വീട്ടിൽ പോയി, ഇപ്പോൾ ഈ കവറൊക്കെ സ്വീകരിക്കുന്നുണ്ടല്ലോ, എന്തായിരുന്നു അതിനുള്ളിലുള്ളത്? ഇതിലൊന്നും ഒരു വിശദീകരണം നൽകാൻ അടൂർ പ്രകാശിന് കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല കമലേഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടൂർ പ്രകാശും ആ സ്വർണം കട്ടോണ്ട് പോയ സ്വർണം വാങ്ങിയ ഗോവർദ്ധനം എല്ലാവരും കൂടിയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കയറിയത്. മനു, തീർച്ചയായും അക്കാര്യങ്ങൾ നേരത്തെ തന്നെ പൊതുസമൂഹം ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തിന് സോണിയാഗാന്ധിയെ കണ്ടു എന്നുള്ളതാണ്. അതായത് ശബരിമലയിലെ ഈ തന്ത്രിക്കൊപ്പം നിന്ന് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ അടൂർ പ്രകാശ് പറഞ്ഞത് പ്രകാരം തൻ്റെ മണ്ഡലത്തിലെ ഒരു അയ്യപ്പ വിശ്വാസി, ആ നിലയിലാണ് അദ്ദേഹം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശേഷിപ്പിച്ചത് വളരെ കൃത്യമായി. തൻ്റെ മണ്ഡലത്തിലെ ഒരു അയ്യപ്പ വിശ്വാസി, തൻ്റെ മണ്ഡലത്തിലെ ഒരു അയ്യപ്പ വിശ്വാസിയെ കൂട്ടി സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഒന്നിലധികം തവണ ഈ സ്വർണ്ണമോഷണ കേസിലെ പ്രതികളുമൊത്ത് എന്തിന് സന്ദർശിച്ചു എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം പലതരത്തിലുള്ള ഉപഹാരങ്ങൾ, കയ്യിൽ ബ്രേസ്ലെറ്റ് പോലെ എന്തോ സാധനങ്ങൾ ഈ കെട്ടിക്കൊടുക്കുന്ന, അതായത് സോണിയാഗാന്ധിക്ക് കെട്ടിക്കൊടുക്കുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും എല്ലാം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഉപഹാരങ്ങൾ നൽകുന്ന ചിത്രങ്ങളുണ്ട്. ഗോവർദ്ധനും കുടുംബവും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കെടുക്കുന്നു, അടൂർ പ്രകാശ് പങ്കെടുക്കുന്നു, പ്രയാർ ഗോപാലകൃഷ്ണൻ പങ്കെടുക്കുന്നു. അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കളും ഈ ശബരിമല സ്വർണ്ണമോഷണ കേസിലെ പ്രതികളും തമ്മിൽ എന്താണ് ബന്ധം? ഇവരെല്ലാവരും ഒരുമിച്ച് എന്തിന് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഒന്നിലധികം തവണ പോയി? അതായത് സോണിയാഗാന്ധിയുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീട് പോലെ ആർക്കും ഏത് നേരവും കയറി വരാൻ കഴിയുന്ന വീടല്ല എന്നുള്ളത് കൂടി ആലോചിക്കണം. നേരത്തെ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഒരാഴ്ചക്കാലത്തിലേറെ കേരള ഹൗസിൽ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് സോണിയാഗാന്ധിയുടെ സന്ദർശനത്തിന് വേണ്ടി, അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി അനുവാദം കിട്ടുന്നതിന് വേണ്ടി മാത്രം. അങ്ങനെ ഇരിക്കെ ഈ ശബരിമല സ്വർണ്ണമോഷണ
മോഷണ കേസിലെ പ്രതികളും കോൺഗ്രസ് നേതാക്കളും എങ്ങനെ വളരെ ഒരു പ്രയാസവുമില്ലാതെ എങ്ങനെ സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നു, സോണിയാഗാന്ധിക്ക് ഉപഹാരങ്ങൾ നൽകാൻ കഴിയുന്നു, ആ നിലയിൽ കൂടിക്കാഴ്ചകൾ തുടർച്ചയായി നടത്താൻ കഴിയുന്നു എന്നതൊക്കെയുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പമാണ് ഇപ്പോൾ അടൂർ പ്രകാശിനെ, അതുപോലെ UDF-നെ, വിശിഷ്യ കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൈരളി ന്യൂസ് ആ ചിത്രം ഇവിടെ വെച്ച് മാത്രമല്ല ഈ കൂടിക്കാഴ്ചകൾ നടന്നിരിക്കുന്നത്. ഇപ്പോൾ കമലേഷ് പറഞ്ഞില്ലേ, കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിലടക്കം വെച്ച് കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ അടൂർ പ്രകാശ് ഒരു നിത്യ സാന്നിധ്യമായിരുന്നു എന്നത് ഏറ്റവും ഗൗരവതരമാണ്. അതിനെ എങ്ങനെ കോൺഗ്രസ് വിശദീകരിക്കും? വെറുതെയല്ല അടിയന്തര പ്രമേയത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിയത്. മനു, തീർച്ചയായും. എന്ന് മാത്രമല്ല, ഇതിനകത്ത് പലതരത്തിലുള്ള നിഗൂഢതകൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ അടൂർ പ്രകാശുമായി വലിയ ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. ആ ബന്ധം അടൂർ പ്രകാശ് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അടൂർ പ്രകാശുമായിട്ടുള്ള ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഉന്നത കോൺഗ്രസ് നേതാക്കളുമായി ഒക്കെ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി അടൂർ പ്രകാശുമായുള്ള ബന്ധം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അടൂർ പ്രകാശ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുള്ള സമ്പത്തും അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉൾപ്പെടെ എത്തിക്കുന്നത് വഴി അടൂർ പ്രകാശിന് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി തുറന്നു പറയേണ്ടത് അടൂർ പ്രകാശും കോൺഗ്രസും. ഏതായാലും കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ നിയമസഭയിൽ വലിയ പ്രതിഷേധവും ബഹളവും ഉണ്ടാക്കി ഇറങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സമാനമായ വിഷയത്തിൽ.